ഹായ്, ഇത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഒരു സെറ്റ് കസാരയും അതിൻ്റെ ടീപ്പോയും കൂടെ കേട്ടോ. ടീപ്പോയോട് കൂടിയുള്ളതായതുകൊണ്ടാണ് ഞാൻ ഒരു സെറ്റെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് നിങ്ങളെ ഇന്ന് കാണിക്കാനായിട്ട് ഞാൻ പോവുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ 4 കസാരയും ടീപ്പോയും. ഇത് തടി കൊണ്ട് നിർമ്മിച്ച അതേ രീതിയിൽ തന്നെയാണ് ഞാനിത് സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് ഏകദേശം ഇപ്പം 1 വർഷത്തോളം ആകാറായതാണ്. അതുകൊണ്ട് സിമെൻറ്റിൻ്റെ പുളിപ്പെല്ലാം പോയതിന് ശേഷം പെയിൻ്റ് അടിച്ചതുകൊണ്ട് ഇതേവരെ അത് മഴ നനഞ്ഞിട്ടോ വെയിൽ കൊണ്ടിട്ടോ ഒന്നും ഇതിൻ്റെ പെയിൻറ്റ് ഒന്നും പോയിട്ടില്ല. ഇവിടെ ഞാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ആനിമരത്തിൻ്റെ ചുവട്ടിലാണ് ഞാനിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ല തണലാണ് ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ട്. ഇതിൻ്റെ ഡിസൈനൊക്കെ ആയാലും കാതൽ വരത്തക്ക രീതിയിൽ നല്ല രീതിയിലാണിത് ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല പോലെ സിമെൻറ്റും ഒക്കെ ഇട്ട് ഇതുണ്ടാക്കിയിരിക്കുന്ന രീതി എന്ന് പറയുവാണെങ്കിൽ കട്ടകൾ കൊണ്ട് വട്ടം വെച്ച് കെട്ടി നിറച്ച് പൊക്കി ഞാനിത് മുകളിൽ ഈ തുണി കൊണ്ട് സിമെൻറ്റിൽ മുക്കി പൊതിഞ്ഞ് ചുറ്റിയാണ് ഈ ഇരിപ്പിടത്തിന് വീതി കൂട്ടി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കമ്പിയൊക്കെ ഇട്ട് നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് പെയിൻറ്റ് തന്നെയാണ് അടിച്ചിരിക്കുന്നത്. പക്ഷെ കണ്ടെങ്കിൽ ഇത് നമ്മൾ പോളിഷ് ചെയ്ത പോലെയാണ് തോന്നിക്കുന്നത്. ഇത് പോളിഷിൻ്റേതായ രീതിയിൽ തന്നെ നമ്മളിത് പെയിൻറ്റ് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഡിസൈനും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു 4 പേർക്ക് ഇരിക്കാനുള്ള ഒരു ഇതിലാണ് ഞാൻ ഈ കസാര ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ടീപ്പോയും ഇതിൻ്റെ പാർക്കിനോട് തന്നെ ചേർത്താണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു വീഡിയോയിൽ എൻ്റെ പാർക്ക് മുഴുവനായിട്ട് നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാനിടുന്ന വീഡിയോ അപ്പം തന്നെ കാണുവാനായിട്ട് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ബൈ.